റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഹിലരി ക്ലിന്റനെ പരാജയപ്പെടുത്തിയാണ് ട്രംപ് 45ാമത്തെ US പ്രസിഡന്റായത്. 288 സീറ്റുകൾ നേടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഇലക്ടറൽ കോളേജിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചത്. മാർക്ക് പെൻസ് ആണ് പുതിയ വൈസ് പ്രസിഡന്റ്. 8 വർഷത്തെ ഡെമോക്രാറ്റിക് ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 538 അംഗ ഇലക്ട്രൽ വോട്ടിൽ 288 വോട്ട് നേടിയാണ് എതിർ സ്ഥാനാർത്ഥി ഹിലരി ക്ലിന്റനെ ട്രംപ് പരാജയപ്പെടുത്തിയത്. 270 ഇലക്ട്രൽ വോട്ടുകളായിരുന്നു വിജയിക്കാൻ വേണ്ടത്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ഹിലരിക്ക് 218 ഇലക്ട്രൽ വോട്ട് മാത്രമാണ് നേടാനായത്. നിർണായക സംസ്ഥാനമായ ഒഹായോയിലും ഹിലരിയുടെ സംസ്ഥാനമായ അർക്കൻസാസിലും വരെ ട്രംപ് ആധിപത്യം നേടി. സ്വിംഗ് സ്റ്റേറ്റുകളിൽ 5ഉം ട്രംപിന് അനുകൂലമായി വോട്ട് ചെയ്തു. ബരാക് ഒബാമ പ്രചാരണത്തിനെത്തിയ മിക്ക സംസ്ഥാനങ്ങളിലും ഹിലരി തോൽവി ഏറ്റുവാങ്ങിയെന്നതും ശ്രദ്ധേയം. ആകെയുള്ള 50 സംസ്ഥാനങ്ങളിൽ 28 ട്രംപ് വിജയിച്ചു. 70കാരനായ ട്രംപ് US പ്രസിഡന്റാകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ്. 2017 ജനുവരി 20 അദ്ദേഹം ഔദ്യോഗികമായി സ്ഥാനമേൽക്കും. മാർക്ക് പെൻസ് ആണ് അമേരിക്കയുടെ പുതിയ വൈസ് പ്രസിഡന്റ്. സെനറ്റിലും ജനപ്രതിനിധി സഭയിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് മുൻതൂക്കം. ജനപ്രതിനിധി സഭയിലേക്ക് 221 വോട്ടുകളിലൂടെയും സെനറ്റിലേക്ക് 51 വോട്ടുകളിലൂടെയും റിപ്പബ്ലിക്കൻസ് ഭൂരിപക്ഷം നേടി. അതേസമയം തന്നെ വിജയിപ്പിച്ച അമേരിക്കൻ ജനതയോട് ട്രംപ് നന്ദി രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ചു പ്രവർത്തിക്കാമെന്ന് ട്രംപ് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. തോൽവി സംബന്ധിച്ച ഹിലരി ക്ലിന്റൺ ട്രംപിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. എന്തായാലും ഹിലരിയുടെ തോൽവിയോടെ അമേരിക്കയ്ക്ക് നഷ്ടമായത് ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ചരിത്ര നേട്ടം കൂടിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്. സമ്പത്തിന്റെയും വിവാദങ്ങളുടെയും തോഴനായാണ് ബരാക് ഒബാമയുടെ പിൻഗാമിയായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അമരക്കാരനാകുന്നത്. വ്യവസായ ലോകത്ത് നിന്ന് അമേരിക്കൻ പ്രസിഡന്റായി എത്തുന്ന ട്രംപ് എക്കാലത്തും കടുത്ത മണ്ണിന്റെ മക്കൾ വാദിയായിരുന്നു. ട്രംപിന്റെ വിജയം ലോകത്തിന്റെ തന്നെ മാറുന്ന മുഖമാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ മണ്ണിന്റെ വാദക്കാരൻ വൈറ്റ് ഹൌസിന്റെ നാഥനാകുമ്പോൾ ട്രംപ് ലോകത്തിന് മുന്നിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധി. കുടിയേറ്റ വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും ദേശീയവാദവും നിരത്തിയായിരുന്നു ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. വിവാദങ്ങളിൽ മുങ്ങിയ ട്രംപിന്റെ പ്രചരണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതായിരുന്നു. ട്രംപ് ഉയർത്തിയ വംശീയ പരാമർശങ്ങളും സ്ത്രീവിരുദ്ധ പ്രസ്താവനകളും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളെ തന്നെ ട്രംപിൽ നിന്നകറ്റി. ഏറ്റവും ഒടുവിൽ നിരവധി വനിതകൾ ലൈംഗികാരോപണവുമായി രംഗത്തെത്തി. 1946 ജൂണിൽ ന്യൂയോർക്കിൽ ജനിച്ച ട്രംപ് 3 തവണ വിവാഹിതനായി. 2005 വിവാഹം കഴിച്ച മെലാനിയാണ് ഭാര്യ. വിദേശികൾ അമേരിക്കയിലേക്ക് കുടിയേറുന്നതിനെ നഖശികാന്തം എതിർക്കുമ്പോഴും സ്ലൊവേനിയക്കാരിയാണ് ട്രംപിന്റെ ഭാര്യയെന്നത് വിരോധാഭാസം. 45,000 കോടി ഡോളറാണ് ട്രംപിന്റെ ആസ്തി. രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ ഒന്നും അവകാശപ്പെടാനില്ലാത്ത നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. കുപ്പിവെള്ളം മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ ബിസിനസ്സുള്ള വ്യവസായി, കെട്ടിട നിർമ്മാതാവ്, ടെലിവിഷൻ അവതാരകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പടിപടിയായി ജയിച്ചു കയറിയാണ് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയത്. ചുരുക്കി പറഞ്ഞാൽ കമിഴ്ന്നു വീണാൽ കാൽപ്പണം കൊണ്ടല്ലാതെ എഴുന്നേൽക്കില്ലെന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്നതായിരുന്നു ട്രംപിന്റെ വ്യവസായ ലോകത്തെ വെട്ടിപ്പിടിക്കൽ. അനധികൃത കുടിയേറ്റം, പുറംജോലി കരാർ മൂലം അമേരിക്കൻ ജനത നേരിടുന്ന അനിശ്ചിതാവസ്ഥ, രാജ്യം നേരിടുന്ന സാമ്പത്തിക മാന്ദ്യം, വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ട്രംപ് നടത്തിയ പ്രചരണത്തിന് അമേരിക്കയുടെ പൊതുമണ്ഡലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. അമേരിക്കക്കാർ സ്വീകരിക്കുമ്പോഴും ലോകതലത്തിൽ ട്രംപിന്റെ സ്വീകാര്യത വലിയ ചർച്ചാ വിഷയമാകും ഇനിയുള്ള ദിവസങ്ങളിൽ. ക്യൂൻസിലെ ജമൈക്ക എസ്റ്റേറ്റിൽ നിന്ന് വൈറ്റ് ഹൌസിലേക്ക് നടന്നു കയറുന്ന ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എത്രമാത്രം അഭിമതനാകുമെന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്. ലോക ജനതയോടൊപ്പം ട്രംപിന്റെ വിജയത്തെ അമേരിക്കയിലെ വലിയൊരു വിഭാഗവും ആശങ്കയോടെയാണ് കാണുന്നത്. ആഗോള തീവ്രവാദത്തിനെതിരെയും കുടിയേറ്റത്തിനെതിരെയും ട്രംപ് എന്ത് നിലപാടെടുക്കുമെന്നാണ് അമേരിക്കൻ ജനത ഉറ്റുനോക്കുന്നത്. അമേരിക്കയ്ക്ക് സുന്ദര സ്വപ്നങ്ങൾ വാഗ്ദാനം ചെയ്ത് വൈറ്റ് ഹൌസിലേക്ക് ട്രംപ് എത്തുമ്പോൾ ലോകത്തോടൊപ്പം അമേരിക്കക്കാരും ആശങ്കയോടെയാണ് ട്രംപിന്റെ അരങ്ങേറ്റത്തെ ഉറ്റുനോക്കുന്നത്. കടുത്ത ദേശീയവാദിയും ഇസ്ലാം വിരുദ്ധനുമായ ട്രംപിന്റെ നിലപാടുകൾ രാജ്യത്ത് തീവ്രവാദം വർദ്ധിപ്പിക്കുന്നതിനും ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുമെന്നതാണ് അമേരിക്കക്കാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. കോടീശ്വരന്മാർക്കും വ്യവസായികൾക്കും വൻ നികുതി ഇളവ് നൽകുമെന്ന പ്രഖ്യാപനം മധ്യവർഗക്കാരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ലോക പോലീസ് ചമയുന്ന അമേരിക്ക വിവിധ രാജ്യങ്ങളുമായി തുടരുന്ന സൈനിക സഖ്യങ്ങളിലും മാറ്റമുണ്ടായേക്കും. ലോക ജനതയോടൊപ്പം അമേരിക്കയിലെ വലിയൊരു വിഭാഗവും ബഹുസ്വരതയ്ക്കായി മുറവിളി കൂട്ടുമ്പോൾ ഏകദ്രവ ലോകത്തിനായി നിലകൊള്ളുന്ന ട്രംപ് കടുത്ത തലവേദന സൃഷ്ടിക്കുമെന്ന് പറയുന്ന വിഭാഗക്കാരുമുണ്ട്.
റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റുമെന്നത് പാർട്ടി അനുഭാവികളിൽ ചിലരെങ്കിലും ആശങ്കയോടെ കാണുന്നുണ്ട്. അമേരിക്ക ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ എടുത്തുകാട്ടിയ ഒബാമ കെയർ പദ്ധതി പിൻവലിക്കുമെന്നതാണ് ശരാശരി അമേരിക്കക്കാരനെ അലട്ടുന്നത്. ചുരുക്കത്തിൽ ട്രംപ് പ്രതിനിധാനം ചെയ്യുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയും ശരാശരി അമേരിക്കക്കാരനും ട്രംപ് എന്താണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്ന് കാണാൻ കാത്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്. വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും US തെരഞ്ഞെടുപ്പുകളിൽ പതിവാണെങ്കിലും രാഷ്ട്രീയ മര്യാദയുടെ എല്ലാ പരിധികളും ലംഘിച്ചുള്ളതായിരുന്നു ഇത്തവണത്തേത്. ചരിത്രത്തിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒന്നിനായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇക്കുറി സാക്ഷ്യം വഹിച്ചത്. നയങ്ങളും നിലപാടുകളും വിശദീകരിക്കുന്നതിനേക്കാൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കാനും അവയ്ക്ക് മറുപടി നൽകാനുമാണ് പ്രചാരണത്തിലുടനീളം ഹിലരിയും ട്രംപും സമയമേറെ ചെലവഴിച്ചത്. ആഭ്യന്തര വിദേശ വാണിജ്യ നികുതി നയങ്ങളിൽ സ്ഥാനാർത്ഥികൾ എവിടെ നിൽക്കുന്നു എന്നറിയാൻ കാത്തിരുന്നവർക്ക് മുന്നിലേക്കെത്തിയത് ലൈംഗികാരോപണങ്ങളും നികുതി വെട്ടിപ്പിന്റെ കഥകളും അഴിമതി വാർത്തകളുമൊക്കെയാണ്. ട്രംപിന്റെ നാവാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ നിശ്ചയിച്ചതെന്നും വേണമെങ്കിൽ പറയാം. ടെലിവിഷൻ സംവാദങ്ങളിലും ട്വിറ്റർ സന്ദേശങ്ങളിലുമെല്ലാം ട്രംപിന് നാവ് പിഴച്ചു. സ്വന്തം ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ പോലും കഴിയാത്ത ഹിലരി എങ്ങനെ അമേരിക്കയെ തൃപ്തിപ്പെടുത്തുമെന്നിങ്ങനെ സ്ത്രീവിരുദ്ധതയുടെ അങ്ങേയറ്റം കണ്ട കമന്റുകൾ നിരന്തരം പറഞ്ഞ ട്രംപിന് വംശീയ വർഗീയ അധിക്ഷേപങ്ങൾ ചൊരിയുന്നതിലും ഒരു നിയന്ത്രണവും ഉണ്ടായില്ല. അഭയാർത്ഥികളെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചുമുള്ള ട്രംപിന്റെ നിലപാടുകൾ രാജ്യാന്തര തലത്തിൽ വിവാദ ചുഴികൾ തീർത്തു. ഹിലരിയെ മാത്രമല്ല, പ്രസിഡന്റ് ബറാക് ഒബാമയെയും മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനെയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്റെ എല്ലാ എതിരാളികളെയും കണക്കറ്റധിക്ഷേപിക്കാൻ ട്രംപിന് ഒരു മടിയുമുണ്ടായില്ല. ഹിലരിക്കെതിരായ ഇമെയിൽ വിവാദവും ട്രംപിന്റെ നികുതി തട്ടിപ്പും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി. ശതകോടീശ്വരനായ ട്രംപ് 2 പതിറ്റാണ്ടോളം അനധികൃത നികുതി ഇളവ് നേടിയെന്ന ആരോപണം ഹിലരി ക്യാമ്പ് നിരന്തരം ഉന്നയിച്ചു. നികുതി വ്യവസ്ഥകളെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് ഇളവ് നേടിയത് തന്റെ മിടുക്കാണെന്നായിരുന്നു ട്രംപിന്റെ വിശദീകരണം. തുടക്കം മുതൽ ഹിലരി നേരിട്ട പ്രശ്നം വിശ്വാസ്യതയില്ലായ്മയായിരുന്നു. വാൾസ്ട്രീറ്റിലെ വമ്പന്മാരിൽ നിന്ന് പണം സ്വീകരിച്ച വിവരങ്ങൾ വിക്കിലീക്സ് രേഖകളായി പുറത്തുവരികയും ചെയ്തു. ഒബാമ അടക്കമുള്ള പ്രശസ്തർ ഹിലരിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയെങ്കിലും ഒബാമ പ്രചാരണത്തിനിറങ്ങിയ സംസ്ഥാനങ്ങളിൽ ഹിലരിക്ക് പരാജയം രുചിക്കേണ്ടി വന്നു. എന്തായാലും അമേരിക്കൻ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്കെത്തിയത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രചാരണങ്ങളിലൊന്നിന് സാക്ഷ്യം വഹിച്ച ശേഷമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിൽ ഇന്ത്യയിൽ സമ്മിശ്ര പ്രതികരണം. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ വിപണികളിൽ ചാഞ്ചാട്ടം. അമേരിക്കൻ പ്രസിഡന്റാകുന്ന ട്രംപിന്റെ പാകിസ്ഥാൻ ചൈന വിരോധം ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള പുറം ജോലി കരാറുകൾ ട്രംപ് നിർത്തലാക്കുമെന്ന ആശങ്കയിലാണ് ഇന്ത്യയിലെ IT മേഖല. ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കൻ കുടിയേറ്റത്തിനും നിയന്ത്രണമുണ്ടാകുമെന്ന് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടും. ഡെമോക്രാറ്റ് പ്രസിഡന്റുമാരെക്കാൾ റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാർ എന്നും ഇന്ത്യയോട് പ്രത്യേക താൽപര്യം പുലർത്തിപ്പോന്നിരുന്നവരാണ്. റിപ്പബ്ലിക്കനായ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് പ്രതീക്ഷയോടെ കാണുന്നു. പ്രചരണത്തിലുടനീളം തീവ്രവാദത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ട്രംപ് പാകിസ്ഥാനെ തീവ്രവാദത്തിന്റെ സ്വർഗ്ഗഭൂമി എന്നാണ് വിശേഷിപ്പിച്ചത്. ചൈനയുടെ വളർന്നുവരുന്ന വിപണിയെ ട്രംപ് അംഗീകരിക്കുന്നില്ല. കച്ചവട കരാറുകൾ മാറ്റിയെഴുതിയില്ലെങ്കിൽ ചൈന വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ പക്ഷം. ഇന്ത്യൻ വ്യവസായികളെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്ന ട്രംപ് പക്ഷേ അമേരിക്കൻ ജോലികൾ പുറം കരാറുകളായി ഇന്ത്യയിലേക്ക് പോകുന്നതിന്റെ വലിയ വിമർശകനാണ്. പ്രസിഡന്റായാൽ പുറം ജോലി കരാറുകൾ, കുറഞ്ഞ ജോലിക്ക് ഇന്ത്യയിൽ നിന്നെത്തി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സംവിധാനം, ഇവയെല്ലാം പൊളിച്ചെഴുതുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇൻഫോസിസ്, TCS തുടങ്ങി എല്ലാ ഇന്ത്യൻ കമ്പനികൾക്കും വൻ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വിജയം IT കമ്പനികളുടെ ഓഹരി മൂല്യം ഇടിച്ചു. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ വിപണികൾ ഇടിവ് രേഖപ്പെടുത്തി. US കോർപ്പറേറ്റ് ടാക്സ് 35-ൽ നിന്നും 15% കുറയ്ക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ടാക്സ് ഭാരം മൂലം രാജ്യത്തിന് പുറത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തിയിരുന്ന ഫോർഡ്, ജനറൽ മോട്ടോഴ്സ്, മൈക്രോസോഫ്റ്റ് തുടങ്ങി കോർപ്പറേറ്റുകൾ ടാക്സ് കുറച്ചാൽ അമേരിക്കയിലേക്ക് മടങ്ങും. യൂറോപ്യൻ വ്യവസായികളെ നോട്ടമിട്ട് മോദി ആരംഭിച്ച മേക്ക് ഇൻ ഇന്ത്യയെ അത് ബാധിക്കും. പക്ഷേ ഇതിനെല്ലാം അപ്പുറം പ്രതിരോധ മേഖലയിൽ ട്രംപിന്റെ കച്ചവട താൽപര്യങ്ങൾ പ്രസിദ്ധമാണ്. അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ പ്രതിരോധ കച്ചവടമുള്ള ലോകത്തെ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ അമേരിക്ക കച്ചവട പങ്കാളിത്തമാകട്ടെ 100 ബില്യൺ കടക്കും. ഇത് എളുപ്പത്തിൽ തള്ളിക്കളയാൻ വ്യവസായി കൂടിയായ ട്രംപിന് കഴിയില്ല. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഏഷ്യൻ വിപണിയിൽ വൻ ഇടിവ്. US-ഉം കറൻസി നിരോധനവും തകർത്തത് 1600 പോയിന്റ്. വ്യാപാരം ആരംഭിച്ച ഉടനെ സെൻസെക്സ് 1584.19 പോയിന്റ് ഇടിഞ്ഞ് 2,60,006.95-ലെത്തി. നിഫ്റ്റിയാകട്ടെ 474 പോയിന്റ് നഷ്ടത്തിൽ 8069-ലെത്തി.
അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഏഷ്യൻ വിപണിയെ വൻ തകർച്ചയിലേക്കാണ് നയിച്ചത്. ഓഹരി വിപണി ഇടിഞ്ഞതിനെ തുടർന്ന് സ്വർണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. സംസ്ഥാനത്തെ സ്വർണ്ണവില പവന് 440 രൂപ വർദ്ധിച്ച് 23,320 രൂപയായി. 1000-ന്റെയും 500-ന്റെയും കറൻസികൾ അസാധുവാക്കിയതും സ്വർണ്ണവില വർധനയ്ക്ക് കാരണമായി വിലയിരുത്തപ്പെടുന്നു.